എന്ത് കിട്ടിയാലും കൊടുക്കണ ഒരു സ്വഭാവമാണ്. ആരെങ്കിലും ക്രിക്കറ്റ് ക്യാച്ച് നല്ല പിടുത്തക്കാരുണ്ടോ നോക്കട്ടെ. ഓക്കെ, അപ്പോ എല്ലാവരും ബോച്ചറിന് സാധനം കിട്ടി നമ്മുടെ കയ്യിലോട്ടോ. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ബോച്ചനെ കാണാനുള്ള പരിപാടിയാണ്. ബോച്ച ചാലക്കുള്ളിലെത്തിയിട്ടുണ്ട്. ഞങ്ങൾ ബോച്ചയുടെ ബുച്ചർ എന്ന് പറഞ്ഞ പുതിയ ഷോപ്പുണ്ടല്ലോ, അവിടേക്ക് വന്നതാണ്. Thanks for bringing to Kerala some novelties. Okay. Thank you, madam. Thank you for the presence and come and having food. This is good food because the ingredients is all we are bringing from outside. Few ingredients, not just the local. അപ്പോൾ അതിൻ്റെതായ വ്യത്യാസം ഉണ്ടാവും. എന്നാലും താങ്ക് യു സോ മച്ച്. ആദ്യം തന്നെ ഒരു ഫോറിനർ കഴിച്ചിട്ട് അതിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. മൊബൈലാർക്ക് വേണ്ട ഒന്ന് കൈവന്നിച്ച് എത്ര പേർക്ക് വേണം? എനിക്കൊരെണ്ണം വേണം, ബാക്കി 4 ഓക്കെ. പിന്നെ ഇതാരോ ഒന്ന് പിടിച്ച എന്ത് കിട്ടിയാലും കൊടുക്കണ ഒരു സ്വഭാവമാണ്. ആരെങ്കിലും ക്രിക്കറ്റ് ക്യാച്ച് നല്ല പിടുത്തക്കാരുണ്ടോ നോക്കട്ടെ. ഓക്കെ, അപ്പൊ നമ്മള് അടുത്തത് എന്താണ്? അപ്പോ എല്ലാവരും ബോച്ചറിന് സാധനം കിട്ടി നമ്മുടെ കയ്യിലോട്ടോ. ബ്രിമ്മിയുടെ കൗണ്ടർ ഇവിടെ ഓപ്പൺ ആണ്. എല്ലാവരും ഞാൻ അകത്തേക്ക് സ്വാഗതം ചെയ്യാണ്. ബോച്ചെ ഒരു ബുച്ചർ ഷോപ്പും അതുപോലെ ഒരു റെസ്റ്റോറൻറ്റും ഒരുമിച്ച് ചേർത്തിട്ടാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. പോട്ട സിഗ്നലിൽ നിന്നും ചാലക്കുടിയിലേക്ക് വരുമ്പോൾ പാരൽ റോഡിനോട് ചേർന്ന് വേണൂസ് ആർക്കേഡിൻ്റെ തൊട്ടടുത്താണ് ഈ സ്ഥാപനം പുള്ളി ആരംഭിച്ചിരിക്കുന്നത്. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നിരവധി ഓൺലൈൻ മീഡിയാസും ചാനലുകാരും അവിടെ എത്തിച്ചേർന്നിരുന്നു. എത്തിയവർക്കെല്ലാം സൂഷിയും സ്നാക്സ് വിഭവങ്ങളും നൽകി അദ്ദേഹം സന്തോഷം പങ്കുവച്ചു. എല്ലാം നമ്മളെല്ലാം മീഡിയാസിനെ കൊടുക്കണം കേട്ടോ. പിള്ളേരെ ഇഷ്ടപ്പെടുന്ന മോള് വെച്ചിട്ട് സെറ്റ് കറോ ബോച്ചെ പാനീയം. ബോച്ചെ പാനി ഇവിടെയല്ല, ഇവിടെ പബ്ബിലാണ്. രണ്ടോർ വൈബ് പിടിക്കുക. മോക്ടെയിൽ, മൊജിറ്റോ അങ്ങനെ എല്ലാം ഉണ്ട്. മൊജിറ്റോ, മോക്ടെയിൽസ്. കണ്ടിട്ട് ഫിറ്റ് ആവുന്നില്ല. സ്ട്രോബെറി ഫ്ലേവറൊക്കെ ഒഴിച്ച് നല്ല സ്പ്രൈറ്റിലേക്ക് മറ്റിങ്ങനെ ഓക്കെ, ആരോ മോൻ കഴിച്ചു.
എങ്ങനെയുണ്ട് അഭിപ്രായം? സൂപ്പർ. ആ രാഹുലേ എന്തോ അങ്ങോട്ട് ഇത് കാണുമ്പോൾ ബാറാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഒരു കാര്യം ഇവിടെ പറയണമെന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്കുള്ള റെസ്റ്റോറൻ്റ് ആയിട്ടാണ്. വളരെ വലിയ റെസ്റ്റോറൻ്റായി തോന്നിയില്ലെങ്കിലും ഒരുക്കിയിരിക്കുന്നത് വളരെ ഭംഗിയായും ചിട്ടയായും ആംബിയൻസോടും കൂടിയാണ് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തൊട്ടടുത്തുള്ള ബുച്ചർ ഷോപ്പിൽ എല്ലാവിധ മത്സ്യമാംസാദികളും ലഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മസാല ഇൻഗ്രീഡിയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ക്വാളിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. ഫുഡ് ഈസ് എ ഹെൽത്തി ഫുഡായിരിക്കണം. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും ഹെൽത്തി ഫുഡ് സജസ്റ്റ് ചെയ്യുന്ന ആളാണ്. ജാപ്പനീസ് ഫുഡ് ഓൾവേസ് ഇസ് വെരി ഹെൽത്തി. സ്ട്രീറ്റ് ഫുഡ് സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാവുന്ന റേറ്റിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ബോച്ചയുടെ പുതിയ സ്ഥാപനത്തിൻ്റെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായിട്ട് പിന്നെ കാണാം. ആന്റണി തോമസ്.